നിർമ്മാണ മേഖലയിലെ വാടക വർദ്ധിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പണിമുടക്ക് നടത്തി. നിർമ്മാണ മേഖലയിലെ എക്സ്കവേറ്ററുകൾ, ബാക്ക്ഹോ, ക്രെയിൻ, ടിപ്പർ മുതലായ 30 വർഷമായി പ്രവർത്തിച്ചു വരുന്നുണ്ടെങ്കിലും അന്നുണ്ടായ നിരക്കിൽ തന്നെയാണ് ഇതുവരെ ഓടിയിരുന്നത്. എന്നാൽ വാഹനങ്ങളുടെ വിലയും മറ്റ് അനുബന്ധ സാമഗ്രികളും തൊഴിലാളികളുടെ വേതനവും 10 മടങ്ങിലധികം വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കൺസ്ട്രക്ഷൻ എക്വിപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പണിമുടക്ക് സംഘടിപ്പിച്ചത്. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ വാടക 10% മുതൽ 20% വരെ വർദ്ധിപ്പിക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായാണ് പണിമുടക്ക് നടന്നത്. പണിമുടക്കിന്റെ ഭാഗമായി തിരുവമ്പാടി മുതൽ അഗസ്ത്യൻമുഴി വരെയുള്ള വാഹന പ്രചാരണ ജാഥയും നടന്നു. പോട്ടെ ജാഥ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിൻസ് മാത്യു ഫ്ളാഗ് ഓഫ് ചെയ്തു. വാഹനങ്ങൾ പ്രവർത്തിക്കുന്നതിന് വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള നിയന്ത്രണങ്ങളും അടിക്കടിയുള്ള പിഴ ചുമത്തലും വാഹനങ്ങൾ ഓടുന്നതിലെ സമയ നിയന്ത്രണവും മേഖലയിൽ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കുന്നുവെന്നും ഏറെ പ്രതിസന്ധി നേരിടുന്നുവെന്നും ഈ മേഖലയിലെ ആളുകൾക്ക് സംസ്ഥാനത്ത് നടക്കുന്ന ദേശീയപാത, തുരങ്കപാത പോലുള്ള വൻകിട പ്രവൃത്തികളുടെ 50% പ്രവൃത്തി തരണമെന്നും വിൻസ് മാത്യു പറഞ്ഞു. വന്നു കഴിഞ്ഞു. 2 പ്രൗഢഗംഭീരമായ സംസ്ഥാന സമ്മേളനങ്ങൾ നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററായ അങ്കമാലി അഡലക്സിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. എന്നിരുന്നാലും 1992 കേരള സംസ്ഥാനത്തിൽ ഈ 3DX ബാക്കോ ലോഡർ രംഗപ്രവേശനം ചെയ്യുന്നതും ജോലി സംബന്ധമായുള്ള പ്രവർത്തികൾ ചെയ്യുന്നതും ഇന്ന് ആ കാലത്തുള്ള റേറ്റ് തന്നെയാണ് ഇന്നും നിലവിലുള്ളത്. 33 വർഷമായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് റേറ്റ് വർധനവ് ഇതുവരെ സാധ്യമായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അനേകം പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നുണ്ട്. ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ റിയാന, മുക്കം മേഖലാ പ്രസിഡന്റ് നൌഷാദ് തോട്ടുമുക്കം, നസീർ തോട്ടുമൊഴി, ജോസ് പള്ളിക്കുന്നേൽ, കുഞ്ഞി ഇബ്രാഹിം, നീലേശ്വരം തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രണാമം ന്യൂസ്, കോഴിക്കോട്.